കോൾ പാമർ, ഫിൽ ഫോഡൻ, ഹാരി മഗ്വയർ, ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ്. വാവ്, എന്തൊരു ടീമാണല്ലേ. പക്ഷേ ഇതൊരു ലോകകപ്പ് ടീമിലേക്ക് തിരഞ്ഞെടുക്കാതെ പോയ പ്രതിഭാശാലികളാണ്. ഈ പ്രതിഭാ ധാരാളത്വം കൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് ടീമിന് താരസമ്പന്നമായ നിര ഈ ലോകകപ്പിലെ ഏറ്റവും ഫേവറേറ്റുകളിൽ ഒന്നാകുന്നത്. പക്ഷേ 1966 ബോബി മൂറ വിശ്വകിരീടം ഉയർത്തിയതിനു ശേഷം ഡേവിഡ് ബക്കാമിനും ഫ്രാങ്ക് ലാംപാർഡിനും ജോൺ ടെറിക്കും സ്റ്റീവൻ ജെറാർഡും എല്ലാം അണിനിരന്ന ആ സുവർണ കാലഘട്ടത്തിന് പോലും എങ്ങും എത്താനായില്ല. ഗാരറ്റ് സൗത്ത് ഗേറ്റിൻ്റെ പുതുയുഗമാണ് പിന്നീട് കണ്ടത്. ഏറെ വിമർശനങ്ങളൊക്കെ കേട്ടെങ്കിലും ഗാരറ്റ് സൗത്ത് ഗേറ്റ് ടീമിനെ സ്ഥിരതയിലേക്ക് എത്തിച്ചിരുന്നു. 2 യൂറോ കപ്പ് ഫൈനലുകൾ തുടർച്ചയായി കളിച്ചു. പക്ഷേ കാലിടറി. ഗാരറ്റ് സൗത്ത് ഗേറ്റിന് ശേഷം ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമായി വന്നത് ജർമ്മൻ കണിശക്കാരനായ പരിശീലകൻ തോമസ് ടുഹേലാണ്. ഗാരറ്റ് സൗത്ത് ഗേറ്റിന് പക്കലില്ലാത്തത് പലതും തോമസ് ടുഹേലിൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഗാരറ്റ് സൗത്ത് ഗേറ്റിൻ്റെ പക്കൽ ഉള്ളത് പലതും തോമസ് ടുഹേലിൻ്റെ കയ്യിലില്ല. അതാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ ടീമിലെ കൗതുകം. ടീമിലെ ഒത്തിണക്കം പല വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഗാരറ്റ് സൗത്ത് ഗേറ്റിന് നിലനിർത്താൻ സാധിച്ചിരുന്നു. തോമസ് ടുഹേൽ എതിരാളികൾക്കനുസരിച്ച് ശൈലികൾ മാറ്റുന്ന പരിശീലകനാണ്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളും ടീമിലുണ്ടാകും. അതിനോട് ടീം എങ്ങനെ ഒത്തുപോകും എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ്. താരസമ്പന്നമായ ഇംഗ്ലീഷ് നിരയിലേക്ക് വരുമ്പോൾ സ്റ്റാർ വാൾ സ്ട്രൈക്കറായ ഹാരി കെയ്ൻ, എല്ലാം തികഞ്ഞാണ് ഇത്തവണ ഞാൻ വരുന്നതെന്ന് ഹാരി കെയ്ന് മനസ്സുകൊണ്ടെങ്കിലും സന്തോഷമുണ്ടാകും. ആ ഹാരി കെയ്ന് പന്തൊന്ന് തൊടുത്തു വിട്ടാൽ മാത്രം മതി. പന്തെത്തിക്കാൻ വലതു വിങ്ങിലൂടെ ഇരച്ചു കയറുന്ന ബുക്കായോ സാക്ക, മാസ്റ്റർ ബ്രെയിൻ ജെയിംസ് ജൂഡ് ബെല്ലിംഗ്ഹാം, ഒപ്പം തന്നെ യുവ കാലുകളുമായി ആന്റണി ഗോർഡൻ. ഇവർ എത്തിക്കുന്ന പന്ത് ഒന്ന് ലക്ഷ്യം കണ്ടാൽ മാത്രം മതി ഹാരി കെയ്ന്. മധ്യനിരയിൽ മുഖങ്ങൾ പലതും മാറി മാറി വരുന്നുണ്ടെങ്കിലും സമീപകാലത്ത് ഡെക്ലൻ റൈസ് ഒരു ഇഞ്ചിനായി അവിടെ തന്നെ തുടരുകയാണ്. ഒപ്പം തന്നെ യുവതാരം ആൻഡേഴ്സണും. പ്രതിരോധ നിരയാണ് കുറച്ചെങ്കിലും പോരായ്മയെന്ന് തോന്നിപ്പിക്കുന്നത്. അതായത് മാർക്ക് ഉവേയും കോൺസയും ഒപ്പം തന്നെ റീസേ ജെയിംസും ഓറിയേലിയും അടങ്ങുന്ന പ്രതിരോധ നിര ശക്തം തന്നെയാണ്. എങ്കിലും കൈൽ വാക്കറും ഹാരി മഗ്വയറും ട്രിപ്പിയറുമെല്ലാം പരിചയസമ്പന്നരായിരുന്നു. അവരുടെയൊക്കെ അഭാവത്തിൽ ജോൺ സ്റ്റോൺസ് പോലും ബെഞ്ചിലാണ്. എങ്കിലും ശക്തരായ ഒരു എതിരാളികളെ നേരിടുമ്പോൾ ഈ യുവനിരയ്ക്ക് കാലിടറുമോ എന്നൊരു സംശയമാണ് അവശേഷിക്കുകയാണ്. 60 വർഷം നീണ്ട ശാപമോക്ഷം മറികടക്കാൻ നിയോഗിക്കപ്പെട്ടത് തോമസ് തുഹേൽ എന്ന ജർമ്മൻകാരനാണ്. ആനന്ദ കണ്ണീരോടെ ഇറ്റ്സ് കമ്മിങ് ഹോം എന്ന ഇംഗ്ലീഷുകാർക്ക് പറയാനാകുമോ? അതോ ആ കാത്തിരിപ്പ് ഇനിയും തുടരുമോ? ശേഷം മൈതാനത്ത്.